ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ സ്റ്റോറി പാണ്ട. 12 ലെറ്റേഴ്സിൻ്റെ ഫൈനൽ എപ്പിസോഡാണിത്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ദിവസത്തെ കാര്യമാണ്. യൂണിയൻ രാത്രി ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛൻ അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നു. പക്ഷേ അവൾക്കൊരു കോൾ വന്ന് അത് അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനെ അവിടെ കാണുന്നില്ല. അവൾ പുറത്തേക്ക് ഓടിപ്പോയപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ സ്ഥലം ഡിമോളിഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇവൾ അച്ഛ എന്നൊക്കെ പുറകെ പോയി വിളിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് പുള്ളി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൾ അവിടെ മഞ്ഞത്ത് തണുപ്പത്തിങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. നീ എവിടെ പോവുക ഈ തണുപ്പത്ത് രാത്രി? നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് അവൾ പോലീസുകാരനോടന്ന് പറഞ്ഞത് അവളുടെ അച്ഛൻ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആകാറുണ്ട്, അംനീഷ്യയുടെ തുടക്കമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് യൂനിയനും ഷെൻചെങ്ങും കൂടി ആ ഗ്രേവുള്ള സ്ഥലത്തേക്ക് വരികയാണ്. ഓൾഡ് തങ്ങേഷൻ സ്റ്റോൺ ബെഞ്ചിലിരിപ്പുണ്ട്. പക്ഷേ അവരെത്തുമ്പോഴേക്കും തങ്ങേഷൻ മരിച്ചിരുന്നു. ഇപ്പോഴാണ് അത് ശരിക്കും തങ്ങേഷിൻ്റെയും മീഹായ് താങ്ങിൻ്റെയും ഗ്രേവ് ആവുന്നത്. യൂനിയനും ഷെൻചെങ്ങും അവരുടെ ഗ്രേവിൻ്റെ മുന്നിൽ കേക്കൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മെയ്വാൻ ടൗൺ 1991 തന്നെയാണ്. ഇപ്പോൾ ഒരു വാടക കൊലയാളിയെ മീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഈ വർക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരണം, എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ ആ ഏബോ അയാളോട് പറയുന്നുണ്ട്. തങ്ങേഷിന് അതേസമയം ഈ കാർഗോയൊക്കെ അൺലോഡ് ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അതിന് തൊട്ടടുത്താണ് ഏബോ അയാളെ കാണാനായിട്ട് വന്നിട്ട് തിരിച്ച് സ്കൂട്ടറിൽ കയറി പോകുന്നത് ഇവൻ കാണുന്നുണ്ട്. അവൻ ഓടി വീട്ടിലേക്ക് വരും, അവൾക്ക് എന്തെങ്കിലും പറ്റുമോ ഇല്ലയെന്ന് അറിയാനായിട്ട്. വീട്ടിൽ വരുമ്പോൾ അവൾ അവിടെ തന്നെ ഉണ്ട്. അവൻ ഏബോനെ കണ്ടു, നീ കെയർഫുൾ ആയിരിക്കണം, നീ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഒരിക്കലും അയാൾ അറിയരുത് എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. അവൻ വർക്ക് നടക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് ഓടി വന്നതാണ് അവളോട് ഈ കാര്യം പറയാനായിട്ട്. എന്തായാലും നീ വന്നതല്ലേ, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അവൾ ഫുഡൊക്കെ അവന് സെർവ് ചെയ്യും. അവനപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ലെറ്ററൊന്നും മെയിൽ ബോക്സ് വഴി കിട്ടിയില്ലല്ലോ, അതിപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അവൾ പറയും, എനിക്കും അറിയില്ല, എന്തോ നമ്മൾ ലാസ്റ്റ് ലെറ്റർ അയച്ചിട്ട് കുറേ നാളായില്ലേ, ഇപ്പോഴും ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ലല്ലോ. അവൻ പറയും, എന്നാൽ ഇന്ന് രാത്രി ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്യാം മെയിൽ ബോക്സിനടുത്ത്, നീ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി. അതേസമയം 2026 ഈ ഹൈത്താങ്ങും തങ്ങേഷിനും കൂടെ അയച്ച ലെറ്റർ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പോലീസുകാർ ഈ ഹൈത്താങ്ങിൻ്റെ ബോഡി കണ്ടെടുത്തുനിന്ന് വേറൊരു ബോഡിയും കണ്ടെത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരേക്ക് ഒഴുകിപ്പോയ അവസ്ഥയിലാണ്, റോക്കിൽ തട്ടി നിൽക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത്. അവരിക്കാരം യൂനിയനെയും ഷെൻചെങ്ങിനെ അറിയിക്കുന്നുണ്ട്. അവർ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഷെൻചെങ്ങിനെ മാത്രം പോലീസുകാരനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇയാളെ അറിയാവോ എന്ന് ചോദിക്കും. അവൻ പറയും അറിയില്ല എന്ന്. അപ്പോൾ പോലീസുകാരൻ പറയും, ഇത് ഏയുബോയുടെ ഫോട്ടോയാണ്, അയാൾ യങ് ആയിരുന്ന കാലഘട്ടത്തിലുള്ള അയാളുടെ ഫോട്ടോയാണ്, അയാളുടെ ബോഡി ഞങ്ങൾ റിവറിൽ നിന്നും റിക്കവർ ചെയ്തു. അപ്പോൾ ഷെൻചെങ് അന്തമായിട്ട് ചോദിക്കുന്നുണ്ട്, അയാൾ മരിച്ചോ? പോലീസുകാരൻ പറയും, അയാളുടെ ടൈം ഓഫ് ഡെത്ത് നവംബർ 8 അവൻ പറയും, എൻ്റെ അമ്മയും നവംബർ 8 മരിച്ചത്, എൻ്റെ അമ്മയുടെ മരണമായിട്ട് ഇയാളുടെ മരണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? പോലീസുകാർ പറയും, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇയാൾ 1991 തൊട്ട് മിസ്സിംഗ് ആണെന്ന് എൻ്റെ അമ്മ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. എന്നിട്ട് കാണിക്കുന്നത് ഇവൻ്റെ അമ്മ ഓൾഡ് ഹൈത്താങ് എങ്ങനെയാണ് ബോയെ മീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഒരു ദിവസം കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് വഴിയരികിൽ വേസ്റ്റ് ബിന്നിൽ നിന്നും വേസ്റ്റൊക്കെ എടുക്കുന്ന വയസ്സായ ബോയാണ് ഹൈത്താങ് കാണുന്നത്. അവരുടെ അച്ഛനെ കണ്ട സ്ഥലത്തേക്ക് കാർ ഓടിച്ചു പോകും. അയാളെ കാറിൽ കയറ്റി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അയാൾക്ക് സ്മോക്ക് ചെയ്യാനായിട്ട് സിഗരറ്റ് കൊടുക്കും. അയാൾ ഒരുപാട് പ്രായമായിട്ടുണ്ടല്ലോ ഇപ്പോൾ. ഹൈത്താങ്ങിനോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, നീ എന്തായാലും ഇപ്പോൾ നല്ല സെറ്റപ്പിലാണല്ലോ ജീവിക്കുന്നത്, ഇതുപോലെ ഒരു കാറൊക്കെ ഓടിച്ചാണല്ലോ നടക്കുന്നത്, ഇതുപോലെ ഒരു കാറിൽ കയറാൻ പറ്റുമെന്ന് ഈ ജന്മത്തിൽ ഞാൻ കരുതിയിട്ടില്ല. അപ്പോൾ ഹൈത്താങ് തിരിച്ച് ചോദിക്കും, എൻ്റെ അമ്മ എവിടെ? നിങ്ങൾ എൻ്റെ അമ്മയോട് എന്താ ചെയ്തത്? അപ്പോൾ ഏബോ പറയും, അത് പണ്ട് കാലത്തെപ്പോഴും നടന്നതല്ലേ, അതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിച്ചിട്ട് എന്താ കാര്യം? അവൾ ചോദിക്കും, നിങ്ങൾ എൻ്റെ അമ്മയെ കൊന്നോ? അപ്പോൾ ഏബോ പറയുന്നുണ്ട്, നീ അങ്ങനെയാണല്ലോ പണ്ടും പോലീസിനോട് പറഞ്ഞത്, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ബോഡി പോലും കണ്ടെടുത്താൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ ആ കഥയൊക്കെ? എന്നാലും ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം, നിൻ്റെ അമ്മ ഒരാളെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ കാര്യം, അത് നീ വിശ്വസിച്ചില്ലല്ലേ? അവൾ പറയും, ഞാൻ വിശ്വസിച്ചു, അന്ന് ഞാൻ വിശ്വസിച്ചു, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ പോവാണ്. എന്താ സംഭവിച്ചത് പറയൂ. അന്നത്തെ ദിവസം എന്തോ പന്തികേട് എനിക്ക് തോന്നി. ഞാൻ നിൻ്റെ അമ്മയുടെ പുറകെ തന്നെ ഫോളോ ചെയ്തു പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ നിൻ്റെ അമ്മയെ കയ്യോടെ പൊക്കി. അവളുടെ കയ്യിൽ 2 ബോട്ട് ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ടും പറഞ്ഞു, എന്തായാലും ഇപ്പോൾ ഉള്ളതൊക്കെ കളഞ്ഞിട്ട് നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. പക്ഷെ അവൾ സമ്മതിച്ചില്ല. ഞാൻ മുട്ടുകുത്തി കെഞ്ചി ചോദിച്ചു, എന്നിട്ടും അവൾ വരാൻ തയ്യാറായില്ല. അവളെന്ന് എന്നോട് എന്താ പറഞ്ഞതെന്നറിയാവോ? അവൾ മരിച്ചാൽ പോലും എൻ്റെ കൂടെ ജീവിക്കാൻ വരത്തില്ല എന്ന്. അതുകൊണ്ട് അവൾ മരിക്കട്ടെ എന്തെന്ന് ഞാൻ വിചാരിച്ചു. അവൾ മരിക്കും വരെ അവളുടെ കഴുത്തിൽ ഞാൻ കുത്തിപ്പിടിച്ചിരുന്നു. അപ്പോൾ ഹൈത്താങ് പറയും, അമ്മ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോകാനല്ല 2 ടിക്കറ്റ് വാങ്ങിയത്, ഒരു ടിക്കറ്റ് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു.
എന്നോട് ആ ഫിഷ് കേക്ക് കടയുടെ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് അമ്മ ഒരു നോട്ട് എഴുതി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിരുന്ന കണക്ക് എൻ്റെ അമ്മ വേറെ ഒരാളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അന്ന് പോകാനായിട്ട് ഒരുങ്ങിയത്. അപ്പോൾ ഏവോ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടും കൂടി അപ്പോൾ എന്നെ പറ്റിച്ചിട്ട് മുങ്ങാനുള്ള പരിപാടിയായിരുന്നല്ലേ. ഇത്രയും കാലത്തോളം ആ സീക്രട്ട് നീ എന്നെ മറച്ചു വെച്ചോ. നിൻ്റെ അമ്മയെ പോലെ തന്നെയാ, രഹസ്യം സൂക്ഷിക്കാൻ നീ മിടിക്കുക. ഇപ്പോൾ ഞാൻ എന്തിനാ ഇതെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞെന്നറിയാമോ? എനിക്ക് വയസ്സും പ്രായമായി, പോരാത്തതിന് എനിക്ക് അസുഖമുണ്ട്. പോലീസ് എന്തായാലും എന്നെ കൊണ്ട് ജയിലിൽ അടയ്ക്കത്തില്ല ഇനി. പ്രിസണിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും, ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടും. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും പ്രിസണിൽ പോയാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അയാൾ എന്നിട്ട് അവളോട് പറയും, ഞാൻ ഈ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ലല്ലേ. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും വയസ്സായി, പ്രായമായി. ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഈ ഹൈതാങ് പക്ഷേ ഇനി അങ്ങനെ ഇയാളെ സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും. അപ്പോൾ ഏബോ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഈ ഹൈതാങ് പറയും, നിങ്ങൾക്കൊരു റൈഡ് തരാനായിട്ട്. അങ്ങനെയാണ് മൗണ്ടൈൻ്റെ മുകളിലേക്ക് കാർ ഓടിച്ച് ഈ ഹൈതാങ് പോകുന്നത്. അതിനുശേഷം അവർ മിസ്സിങ് ആവുന്നതും. കൂടെ വണ്ടിയിലുണ്ടായിരുന്ന ആൾ ഏബോ ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 1991 കാണിക്കുകയാണ്. ഈ ഹൈതാങ് ഷെൻജാൻ്റെ കൂടെ ഇരുന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ ഏബോ വേറൊരാളുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുന്നത് ഇവൾ കാണും. തങ്ങേഷൻ പറഞ്ഞതാണല്ലോ ഇവളടുത്ത് അയാളെ കാണാതെ നടക്കണം, ഒളിച്ചിരിക്കണം എന്നൊക്കെ. പക്ഷെ അയാളെ കണ്ടതും അയാൾ വണ്ടിയെടുത്ത് പോകുന്നതിൻ്റെ പുറകെ ഇവളും ഓടിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും 2026 ആണ് കാണിക്കുന്നത്. യൂനിയനും ഷെൻചെങ്ങും ഒരുമിച്ചിരിക്കുകയാണ്. അവൾ അവനോട് പറയും, ഈ ഹൈതാങ്ങും തങ്ങേഷനും അവർ ഇവിടെ മരിച്ചിരിക്കുകയാണ്. പക്ഷേ 1991 അവരിപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്. നമുക്ക് അവരുമായിട്ട് സംസാരിക്കാനും പറ്റുന്നുണ്ട്. നീ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലേ നമുക്ക് ഈ ലെറ്റർ വഴി അവരുടെ ഫെയ്റ്റ് ചിലപ്പോൾ മാറ്റാൻ പറ്റും, നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന്? നിൻ്റെ അമ്മ ചിലപ്പോൾ നിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, നീ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവൻ പറയും, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. ആ മെയിൽ ബോക്സ് സഡൻലി അപ്പിയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് തന്നെയായിരുന്നില്ലേ അവരുടെ ജീവിതം. അവനെന്നിട്ട് പറയും, പക്ഷേ ഇപ്പം നമ്മളെന്തെങ്കിലും മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരച്ഛനെ നിനക്ക് മിസ്സാവും. അതുപോലെ ഞാൻ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവോ ഇല്ലയോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. അവൻ പറയും, എനിക്കൊരു അച്ഛനുണ്ടാവില്ല, എനിക്കൊരു ഫാമിലി ഉണ്ടാവില്ല, ഈ ലോകത്ത് ആരും തന്നെ എന്നെ ഓർക്കില്ല. അപ്പോൾ അവൾ പറയും, ഇല്ല ഷെൻചെങ്, നിന്നെ ഞാൻ ഓർക്കും, എനിക്കെല്ലാം അറിയാമല്ലോ. അവനിപ്പോൾ ചിന്തിക്കുന്നത് അവൻ്റെ അമ്മ മരിച്ചു, അവളുടെ അച്ഛനും മരിച്ചു. അവനിപ്പോൾ വന്ന കാര്യം എന്തായാലും നടക്കില്ല. തിരിച്ച് ലണ്ടനിലേക്ക് പോകാനായിട്ട് അവൻ റെഡി ആവുകയാണ്. അതിനിടയിൽ യൂണിയൻ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് 1991 ജീവിക്കുന്ന അവർക്ക് ഇങ്ങനെ ഒരു ഫേറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് യൂണിയൻ ശ്രമിക്കുന്നത് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. അവൾ അവൻ്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതേസമയം സെക്യൂരിറ്റി ഗാർഡും അവളുടെ പ്രഗ്നൻ്റ് ഫ്രണ്ടും ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. അവർ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ആ മെയിൽ ബോക്സ് അവിടെ നിന്ന് മാറ്റാനായിട്ട് വരുന്നുണ്ട്. അവരെ തടയാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് ഷെൻഷങ്ങാണ് അയക്കുന്നത്. അന്ന് ഈ ഹൈതാങ് എഴുതി തന്ന ലെറ്ററിൻ്റെ റിപ്ലൈ ആയിട്ട് അയക്കാനുള്ള കത്തിൻ്റെ കണ്ടൻറ്റാണ് അവൻ അയച്ചു കൊടുക്കുന്നത്. തങ്ങേഷിനും ഈ ഹൈതാങ്ങും കൂടെ ഫൂട്ട് ഹിൽസിൻ്റെ അടുത്തേക്ക് ഒരിക്കലും പോകാൻ പാടില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തങ്ങേഷിന് ആരെയോ കൊല്ലും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് ജീവിക്കാനോ കാണാനോ പറ്റില്ല. എന്നെ വിശ്വസിക്കണം, ഞാൻ പറയുന്നത് പോലെ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകും എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമയത്തിന് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റില്ല. അവർ ആ മെയിൽ ബോക്സ് എടുത്ത് മാറ്റുന്നതിന് മുന്നേ തന്നെ നിങ്ങളിത് ലെറ്ററിൽ എഴുതി അയക്കണം. അപ്പോൾ പ്രഗ്നൻ്റ് ഫ്രണ്ട് പറയും, എടാ നമുക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് മറുപടി എഴുതി അയക്കണം. അവർ വീണ്ടും തിരിച്ച് മുറിക്കകത്തേക്ക് കയറിപ്പോവും. സമയം നോക്കുമ്പം 11:40 12 മണിക്കാണ് ലെറ്റർ അയക്കേണ്ട സമയം. എഴുതാനായിട്ട് പെൻ നോക്കുമ്പോൾ അവിടെ ഒന്നും പെണ്ണ് കാണുന്നില്ല. അവസാനം അവളുടെ മേക്കപ്പ് ബോക്സിൽ നിന്ന് അവളൊരു ഐലൈനർ എന്തോ എടുത്ത് കൊടുക്കും. പക്ഷേ ധൃതി കാണിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബോട്ടിലിരുന്ന വെള്ളം തട്ടി ആ ലെറ്ററിൻ്റെ പുറത്തൂടെ വീഴുകയും പേപ്പറെല്ലാം നനഞ്ഞു കുതിരുകയും ചെയ്യുന്നുണ്ട്. അവസാനം അതിൽ നിന്ന് ഒരു ചെറിയ പീസ് അവർക്ക് കിട്ടും. ആ പീസിലാണ് അവൻ ബാക്കി ലെറ്റർ എഴുതുന്നത്. ഇത്രയും കണ്ടന്റ് അതിലേക്ക് എഴുതാനായിട്ടുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ മെയിൻ പാർട്ട് ചുരുക്കി എഴുതാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവൻ എഴുതുന്നത്. അതേസമയം 1991 തങ്ങേഷനാണെങ്കിൽ അന്നത്തെ വർക്ക് കഴിഞ്ഞ് പോവുകയാണ് വീട്ടിലേക്ക്. ഈ ഹൈതാങ് ആണെങ്കിൽ അവളുടെ അച്ഛൻ പോയ വഴിയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. വഴിയിൽ വെച്ചിട്ട് ഒരു ഹെയർ പിൻ അവൾ കാണുന്നുണ്ട്. ആ ഹെയർ പിന്ന് അവളുടെ അമ്മയുടെ തന്നെയാണ്. അവളുടെ അമ്മയ്ക്ക് ആ ഒരു ഹെയർ പിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിലെ അവളുടെ അമ്മയ്ക്ക് ആ ഒരു ഹെയർ പിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ പറയുന്നതൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ഞാൻ വലുതാവുമ്പോൾ ഒരുപാട് ഹെയർ പിൻ അമ്മയ്ക്ക് വാങ്ങിത്തരാമെന്നൊക്കെ. കുട്ടിക്കാലത്ത് ഈ ഹൈതാങ് അവളുടെ അമ്മയോട് പറഞ്ഞതെല്ലാം അവൾക്ക് അപ്പോൾ ഓർമ്മ വരും. അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് വീണ്ടും മല കയറുകയാണ്. തങ്ങേഷനാണെങ്കിൽ ആ ലെറ്റർ ബോക്സിൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്.
ഇവിടെ അതേസമയം 2026 സെക്യൂരിറ്റി ഗാർഡും അവളും കൂടി ആ മെയിൽ ബോക്സിനകത്ത് അത് പോസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും അവരവിടേക്ക് ബാരിക്കേഡ് വെച്ചിട്ട് പണി തുടങ്ങിയിരുന്നു. ഇവരെ അങ്ങോട്ടേക്ക് അവർ കടത്തി വിടുന്നില്ല, പിടിച്ചു വെച്ചേക്കുകയാണ്. ഒട്ടും അവരെ കടത്തി വിടുന്നില്ല എന്ന് കാണുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അതിലൊരുത്തനെ അടിക്കും. അപ്പോൾ അവന്മാരെല്ലാവരും കൂടെ വന്ന് സെക്യൂരിറ്റി ഗാർഡിനെ വളഞ്ഞ് പിടിക്കുകയാണ്. അവൻ ഉടനെ ഈ പ്രഗ്നന്റ് ലേഡിയോട് പറയും, എടി ഇതാണ് ചാൻസ്, വേഗം പോയി അതിലിട്ടോന്ന് പറയും. അവളങ്ങനെ ഓടി വരികയാണ്. 1991 അതേസമയം തങ്ങേഷൻ ലെറ്റർ ബോക്സ് തുറന്നു നോക്കും, പക്ഷെ ഒരു ലെറ്ററും വന്നിട്ടില്ല. അങ്ങനെ അവൻ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് പോവാണ്. അവൻ അവിടെ നിന്ന് പോയതും ലെറ്റർ ബോക്സിനകത്ത് കുറച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൻ സൈക്കിൾ ചവിട്ടി പകുതി എത്തുമ്പോഴത്തേക്കും ഓറഞ്ച് ക്യാറ്റ് വഴിയിൽ തന്നെ ഇരിപ്പുണ്ട്. ക്യാറ്റിനെ കണ്ടതും അവന് ലെറ്റർ വന്നു എന്ന് തോന്നിയിട്ട് തിരിച്ച് വീണ്ടും പോവുകയാണ് ലെറ്റർ ബോക്സിനടുത്തേക്ക്. അവൻ വന്നത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു തുണ്ട് പേപ്പറാണ് കിടക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ആരെയും നവംബർ 30 കൊല്ലരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴേക്കും ഷെൻഷാവോജൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തങ്ങേഷൻ അവനോട് ചോദിക്കും, ഈ ഹൈതാങ് എവിടെ? ഷെൻഷാവോജൻ പറയും, അയാൾ മോട്ടോർ ബൈക്കിൽ വന്ന ആരുടെയോ കണ്ടിട്ട് അയാളെ പുറകെ ഫോളോ ചെയ്തു പോയേക്കാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവള് നിന്നില്ല, ഓടിപ്പോയി. ഈ തങ്ങേഷൻ അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് അയാൾ? അവൻ പറയും, എനിക്കറിയില്ല, ഡാർക്കായിരുന്നു, അയാളെ കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു. അവൻ ഇന്നത്തെ ഡേറ്റ് ചോദിക്കുമ്പോൾ ഇന്ന് നവംബർ 30 പറയും. അവൻ പെട്ടെന്ന് സൈക്കിൾ എടുക്കും. എന്നിട്ട് ഷെൻഷാജിനോട് പറയും, നീ പോലീസിനെ വിളിക്കണം, അവരോട് ഫുഡ് ഹിൽസിൻ്റെ അങ്ങോട്ടേക്ക് വരാനായിട്ട് പറയണം. ഇപ്പോൾ മറ്റേ വാടക കൊലയാളിയെ അടുത്ത് വരുന്നുണ്ട്. ചാക്കിൽ എന്തോ കെട്ടിയിട്ടുണ്ട്. അയാൾ ആ ചാക്കും കൊണ്ട് അയാളെ ഏൽപ്പിക്കാൻ വരുമ്പോൾ, ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ല, നല്ല കാറ്റും ഇതുമൊക്കെ ഉണ്ട്, ബോട്ട് ഇറക്കുന്നത് അപകടമായിരിക്കും എന്ന് പറയുമ്പോൾ ഏബോ പറയും, ഇത്രയൊക്കെ ആയി, ഇനിയിപ്പോൾ ഇതും വെച്ചിട്ട് നമുക്കിവിടെ മിണ്ടായിരിക്കാൻ പറ്റില്ല, നീ പോയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിനക്ക് ഇരട്ടി പൈസ തരാമെന്നൊക്കെ പറയുമ്പോഴാണ് അയാൾ സമ്മതിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ചാക്കും കൊണ്ട് ബോട്ടിലേക്ക് കയറ്റാൻ പോകുമ്പോഴാണ് ഈ ഹൈത്ത അങ്ങോട്ടേക്ക് ഏബോ എന്നും പറഞ്ഞ് ഓടി വരുന്നത്. അവൾ ആ ചാക്കിനകത്ത് എന്താ, എൻ്റെ അമ്മയുടെ ഹെയർ പിൻ വഴിയിൽ വെച്ച് ഞാൻ കണ്ടു, ആ ചാക്കിനകത്ത് എന്താന്നൊക്കെ അയാളോട് ചോദിക്കുന്നുണ്ട്. അതൊന്നും നിൻ്റെ കാര്യമല്ല, നീ അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഏബോ പറയും. അവൾ പക്ഷേ വിടുന്നില്ല. അവൾ അയാളുടെ പുറകെ തന്നെ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അതിനകത്തെന്നൊക്കെ. അപ്പോൾ ഏബോ വാടക കൊലയാളിയോട് പറയും, ഞാൻ കുറച്ചുകൂടി പൈസ നിനക്ക് തരാം, ഒരാളെ കൂടി വണ്ടിയിൽ കയറ്റണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ ഹൈത്താങ്ങിനെയും ആ ബോട്ടിലേക്ക് കയറ്റാനായിട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും തങ്ങേഷൻ അങ്ങോട്ടേക്ക് ഓടി വരും. അവിടെ ആകെ മൊത്തം പ്രശ്നമാവും. ആ വാടക കൊലയാളിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അയാൾ അവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ കുത്താൻ ശ്രമിക്കുമ്പോൾ അവൻ ആ കത്തി പിടിച്ചു വാങ്ങിയിട്ട് അയാളുടെ പുറത്ത് എറിയുന്ന അയാളെ കുത്താനായിട്ട് ആയാണ്. അപ്പോഴാണ് വീണ്ടും അവൻ ആ ലെറ്ററിൽ എഴുതിയിരുന്ന കാര്യം ഓർക്കുന്നത്, നവംബർ 30 ആരെയും കൊല്ലരുത് എന്നുള്ള കാര്യം. അതുകൊണ്ട് അവൻ വീണ്ടും ഒന്ന് കൈ ഫ്രീ ആക്കുമ്പോൾ അയാൾ വീണ്ടും കത്തി പിടിച്ചിങ്ങനെ അവനെ കുത്താനായിട്ട് വരുമ്പോൾ അവിടേക്ക് പോലീസ് വരികയാണ്. പോലീസിനെ കാണുന്നതും വാടക കൊലയാളിയും ഏബോയും അവിടെ നിന്ന് ഓടിപ്പോവും. ഷെൻഷാവജനാണ് തങ്ങേഷൻ പറഞ്ഞ പ്രകാരം പോലീസിനെ അറിയിച്ചത്. തങ്ങേഷൻ അയാളെ കുത്തിയിരുന്നെങ്കിൽ ഇവരുടെ ജീവിതം നേരത്തെ പോലെ തന്നെയാകുമായിരുന്നു. അവൻ ജയിലിലേക്ക് പോവുകയും അവൻ അവളെ കാണാൻ കൂട്ടാക്കാതിരിക്കുകയും അവൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയും പ്രാറ്റിനോട് പറഞ്ഞ് തങ്ങേഷൻ മരിച്ചു എന്ന കാര്യം ഈ ഹൈത്താങ്ങിനെ അറിയിക്കുകയും അവന് വേണ്ടിയിട്ട് ഒരു ഗ്രേവ് സെറ്റ് ചെയ്യുകയും ഇവരുടെ ജീവിതം രണ്ടും രണ്ട് ദിക്കിലേക്കായി പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതിനെല്ലാത്തിനും ഇന്ന് മാറ്റം സംഭവിച്ചു. എന്നിട്ട് വീണ്ടും 2026 കാണിക്കുന്നത്. യൂനിയനും ഷെൻഷെങ്ങും കൂടി ഇമോഷണലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം അവൻ്റെ ഫോണിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഒരു ഫോട്ടോ അയക്കും, അവൻ്റെയും ആ പ്രഗ്നൻറ്റ് ലേഡിയുടെയും ഫോട്ടോ. മിഷൻ അവർ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഫോട്ടോ അയക്കുന്നത്. ഇവരന്നേരം ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടി ഹഗ് ചെയ്യാണ്. ഷെൻഷെൻ, നമ്മൾ ഇനിയും മീറ്റ് ചെയ്യും എന്നവൾ പറയുന്നുണ്ട്. അന്ന് രാത്രി കടന്നു പോവും. പിറ്റേ ദിവസം രാവിലെ ആകും. യൂനിയൻ്റെ ബെഡ്റൂമാണ് കാണിക്കുന്നത്. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ കണ്ടിട്ടില്ലാത്തൊരു റൂമാണ്. റൂമിനുള്ളിൽ ഒരു ക്യാറ്റുണ്ട്. അവൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഡാഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കും, പക്ഷേ ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അവളുടനെ ഷെൻ എന്നും ടൈപ്പ് ചെയ്ത് നോക്കും, ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അത് കാണുമ്പോൾ അവൾക്കാകെ സങ്കടമാവുന്നുണ്ട്. അവളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു സ്റ്റോറിനടുത്ത് ഈ മെയിൽ ബോക്സ് ഇരിപ്പുണ്ട്. ആരോ ചെന്ന് അത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ലെറ്റർ ഉണ്ട്. ഇതാണ് അവസാനത്തെ ലെറ്റർ, 12th ലെറ്റർ. അതിലെ കണ്ടന്റ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട യൂനിയനും ഷെൻചെങ്ങിനും, ഇതായിരിക്കും നമ്മൾ തമ്മിൽ എഴുതുന്ന ലാസ്റ്റ് ലെറ്റർ. ഞങ്ങൾക്ക് ഉറപ്പില്ല ഈ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമോ ഇല്ലയോ എന്ന്, എന്നാലും ഞങ്ങൾക്ക് നിങ്ങളോട് താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. തങ്ങേഷൻ ആരെയും കൊന്നിട്ടില്ല. ഈ ഹൈത്താങ്ങും അവളുടെ കോളേജ് എൻട്രൻസ് എക്സാം പാസ്സായി. അവളുടെ ജീവിതത്തിലെ നൈറ്റ്മെയർ അവൾ എസ്കേപ്പ് ചെയ്തു. ഇപ്പോൾ അവൾക്ക് അവളുടെ ജീവിതം അവൾ ആഗ്രഹിച്ചത് കണക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും. നാളെ ഞങ്ങൾ ഈ മെയ്വാൻ ടൗൺ ഇവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന അതിൻ്റെ സിറ്റിക്ക് അടുത്ത് എവിടെയെങ്കിലും തന്നെ താമസിക്കും. ചിലപ്പോൾ അതല്ല, അതിനേക്കാളും ദൂരെ എവിടേക്കെങ്കിലും പോകും. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്യൂച്ചർ എത്ര ഡിഫിക്കൽട്ടാണെങ്കിലും മുന്നോട്ട് തന്നെ പോവുക.
പക്ഷേ ഇപ്പം വീണ്ടും തിരിച്ചു കിട്ടിയ ഈ ഫ്യൂച്ചർ, അതിൽ ഞങ്ങൾക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് കാട്ടിയ ഈ ദയവിന് എന്തായാലും റിവാർഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒരിക്കലും മീറ്റ് ചെയ്യാത്ത രണ്ട് കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഗുഡ് ബൈ പറയുകയാണ്. ഈ ലോകം വളരെ വലുതും ഈ ജീവിതം വളരെ ലോങ്ങുമാണ്. നിങ്ങൾ നന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന സ്വന്തം തങ്യേഷൻ ഈ ഹൈതാങ്. ഇതോടെ നമ്മുടെ 12 ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഡ്രാമ അവസാനിക്കുകയാണ്. വീണ്ടും വളരെ രസകരമായ കഥകളുമായിട്ട് സ്റ്റോറി പാണ്ട എത്തും. അതുവരെയും സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.